കുതിരാൻ തുരങ്കമുഖത്ത് മണ്ണിടിച്ചിൽ, ആശങ്ക തുടരുന്നു. കുതിരാൻ തുരങ്കമുഖത്തെ മണ്ണിടിച്ചിൽ കുറച്ച് ആശങ്കയൊന്നുമല്ല കേരളത്തിന് സമ്മാനിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കുതിരാൻ തുരങ്കത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് 2 ഇടങ്ങളിലായാണ് മണ്ണിടിഞ്ഞത്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ മണ്ണിടിഞ്ഞതോടെ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത്. കാരണം നമുക്കറിയാം, ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ കുതിരാൻ ഇരട്ട തുരങ്കത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ണുത്തിക്കും വടക്കഞ്ചേരിക്കും ഇടയിലുള്ള ഈ ഇരട്ട തുരങ്കത്തിന് 1 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. എങ്ങാനും മണ്ണിടിഞ്ഞ് തുരങ്കമുഖം അടഞ്ഞാൽ എന്തുമാത്രം ദുരിത സമാനമായ ഒരു സാഹചര്യമാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇപ്പോഴും മണ്ണിടിച്ചിലിനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു നീരൊഴുക്ക്, അപ്പുറത്തൊരു നീരൊഴുക്ക് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഈ മണ്ണിടിച്ചിലിൻ്റെ പ്രഭവസ്ഥാനത്തേക്ക് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും പോവുകയുണ്ടായിരുന്നു. അവിടെ അവർ പരിശോധിച്ചു. നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ കുതിരാൻ തുരങ്കമുഖത്ത് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് കാണാം. വാഹനങ്ങൾ കടന്നു പോകുന്നതിന് തൊട്ട് മുകളിലായി ഇപ്പോഴും മണ്ണിടിയാൻ പാകത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഈ തുരങ്കത്തിൽ ഉൾപ്പെട്ടവരുടെ അവസ്ഥ എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. വലിയൊരു ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അവിടെ ഒരു പഴയ പാതയുടെ വഴിയാണ്, കുതിരാനിലെ അയ്യപ്പ ക്ഷേത്രം വഴിയുള്ള ആ പാതയുടെ വഴിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പാത തുറക്കേണ്ടി വരും. ആ പാത തുറക്കാനുള്ള സാഹചര്യവും ഇവർ വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി ജനീഷ്, അതുപോലെ തന്നെ കെ രാജൻ MLA, കളക്ടർ, കമ്മീഷണർ എന്നിവരെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണം കൂടി നമുക്ക് തേടാം. ജില്ലാ കളക്ടറും അതുൾപ്പെടെയുള്ള ആളുകളൊക്കെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് വന്നത്. MLAയും അതോടൊപ്പം തന്നെയുള്ള ജനപ്രതിനിധികളൊക്കെ തന്നെ വളരെ നേരത്തെ തന്നെ ഇവിടെ ഇതിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ മുകളിൽ കയറി പരിശോധന നടത്തിയതിൽ മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ കൂടി ജിയോടെക് എഞ്ചിനീയേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിൽ ഒരു പരിശോധന നടത്താൻ വേണ്ടി തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലുള്ള അവരുടെ കൂടി ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവരോട് പരിശോധന നടത്തിയതിന് ശേഷമുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനമെടുക്കും. നിലവിലെ സാഹചര്യത്തിൽ ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ കൂടി ഒരു വിദഗ്ധ അഭിപ്രായം നേടുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് റവന്യൂ മിനിസ്റ്ററുമായി സംസാരിച്ചു. അദ്ദേഹം ജില്ലാ കളക്ടർക്ക് കൂടി അതിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ കൂടി ഒരു അഭിപ്രായം എടുത്തതിന് ശേഷം മറ്റ് പ്രശ്നങ്ങളില്ല എങ്കിൽ സാധാരണ രീതിയിൽ തുടരാൻ വേണ്ടി കഴിയും. അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ എടുക്കും. തൊട്ടപ്പുറത്തെ പഴയ റോഡ് കൂടി പ്രാവർത്തികമാക്കേണ്ട ഒരു സാഹചര്യത്തെ സംബന്ധിച്ചിപ്പോൾ MLAയും കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ സൂചിപ്പിച്ചു. അതിനെ സംബന്ധിച്ച് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അത് ഇപ്പോൾ തുറന്ന് കൊടുക്കുക എന്നുള്ളതല്ല, ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരം ഒരു ആവശ്യം വന്നാൽ നമുക്ക് അടിയന്തരമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ റോഡ് കൂടി സജ്ജമാക്കി വെക്കേണ്ടതാണ് എന്നൊരു പൊതു അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. അതും സ്വീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതും നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കമ്മീഷണർ, കളക്ടർ, MLA എന്നിവരെല്ലാം സ്ഥലത്തെത്തിയിരുന്നു. കൃത്യമായി തന്നെ പരിശോധിക്കുകയും ചെയ്തു. ഇതിന് മുകളിൽ കയറി ഉദ്യോഗസ്ഥ സംഘം പരിശോധിച്ചിരുന്നു. ഇതേ സമയം തന്നെ മഴക്കാലത്തിന് മുന്നോടിയായി കൃത്യമായി ആ മണ്ണിടിയാനുള്ള മേഖലകൾ കണ്ടെത്താൻ സാധിച്ചില്ല, വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ല എന്നുള്ള ഒരു പരാതി ഇപ്പോഴും ഉയരുന്നുണ്ട്. എന്നിരുന്നാലും വലിയ ആശങ്കയ്ക്ക് ഇടവരാതിരിക്കട്ടെ, വലിയ രീതിയിൽ മണ്ണിടിയില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇതുവഴി കടന്നു പോകുന്നവർ. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.